ആദി ജനങ്ങളുടെ ആരാധന സമ്പ്രദായമാണ് പടയണി. അത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പ്രാകൃതമെന്ന് പറയാം. പ്രാകൃതം ഇന്ന് വൃത്തികെട്ടതാണ്. പക്ഷെ അന്ന് പ്രാകൃതമെന്ന് പറഞ്ഞാൽ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ഒരു കലയാണ് പ്രകൃതി, ഈ പടയണി. പ്രകൃതി എന്ന് പറയുമ്പോൾ പഞ്ചഭൂതാത്മകമാണ്. പഞ്ചഭൂതങ്ങളിൽ 4 ആവുന്നതല്ല, ആക്കുന്നതാണ്. ആക്കുന്നത് ആരാണ്? അത് മനുഷ്യരാണ്. പക്ഷേ അഗ്നി എന്ന് പറയുന്ന ഭൂതങ്ങളിലൊന്ന് അശുദ്ധമാവില്ലെന്ന് മാത്രമല്ല, അശുദ്ധമാവുന്നതിനെ ശുദ്ധീകരിക്കാനുള്ള ശേഷിയും അഗ്നിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അഗ്നിയാണ് പടയണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ. അഗ്നി ആണ് പടയണിയിലെ ദേവത. പടയണി അവതരിപ്പിക്കുന്നത് അഗ്നിയുടെ വെളിച്ചത്തിലാണ്. അഗ്നി അണ്ടനാശിനിയാണ് ഏറ്റവും ഉപരിയായിട്ട്, അണ്ടനാശിനി കൂടെയാണ്. അപ്പോൾ അങ്ങനെ പ്രകൃതിയെ ശുദ്ധീകരിക്കാനുള്ള ഒരു കർമ്മമായിട്ട് പടയണി നിലനിൽക്കുന്നത്. അത് കാവിൻ്റെ കലയാണ്. ഇപ്പം ഇന്നത്തെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുഴുവൻ നശിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നത്. കാവ് ആണ് നമ്മുടെ പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ടിരുന്നത്. കാവ് നഷ്ടപ്പെട്ടതോടുകൂടി പ്രകൃതിയുടെ ഈ അവസ്ഥകളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. അതിൻ്റെ ദുരന്ത ഫലങ്ങളാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാലത്ത് കേരളത്തിലെ എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ ഭഗവതി കാവിൽ നിറഞ്ഞിരുന്ന ഒരു കലാരൂപമാണ് പടയണി. എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ എന്ന് പറയുമ്പോൾ ഭഗവതി കാവിലാണ്. കടമ്മനിട്ടയും പടയണിയുണ്ട്. ഈ കാവുകളിലെല്ലാം പടയണിയുണ്ട്. കടമ്മനിട്ട നടക്കുന്ന പടയണിക്ക് കടമ്മനിട്ട പടയണി എന്നാണ് പറയുന്നത്. കോട്ടാങ്ങൽ നടക്കുന്ന പടയണിക്ക് കോട്ടാങ്ങൽ പടയണി എന്നാണ് പറയുന്നത്. ഓതറ നടക്കുന്ന പടയണിക്ക് ഓതറപ്പടയണി എന്നാണ് പറയുന്നത്. അപ്പോൾ പടയണി ഓരോ കരയുമായിട്ട് ആ കരയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയാറുള്ളത്. കാരണം പടയണി പരിപൂർണമായിട്ട് അതാത് കരകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രത്യേകമായ ഒരു സ്വഭാവവിശേഷം ഉണ്ടെങ്കിൽ പോലും ഓരോ പടയണിയും ഓരോ നാട്ടിൽ അവതരിപ്പിക്കുമ്പോൾ ആ നാടുമായിട്ട് ചേർന്ന് ഇടപഴകി ആണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ നാടുമായിട്ട് വളരെ അധികം ബന്ധമുണ്ട്. പടയണിയെക്കുറിച്ച് സംശയം, പടയണിയാണെന്നോ പടശ്രേണിയാണെന്നോ എന്നൊക്കെ സംശയങ്ങൾ വരാനുണ്ട്. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പട ഉണ്ട്, പടേ നീ, അടവി. ഇന്നലെ പടയണിക്കകത്തുണ്ടായിരുന്നു അടവി. അടവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വനമെന്ന അർത്ഥം നമ്മൾ കണക്കാക്കുന്നത്. അടവിയിൽ അടയുണ്ട്, അട. അതിൻ്റെ അർത്ഥം സൃഷ്ടി എന്നാണ്. സൃഷ്ടിയുടെ അധിപതിയാണ് വനം. അടവി. മനയുടെ അധിപതിയാണ് മനവി. അതുപോലെ അടവി. അപ്പോൾ പടയെന്ന് പറഞ്ഞാൽ സൃഷ്ടിയാണ്. പടേ നീ, കാവിലമ്മ എന്നൊരു സങ്കല്പം പടയണിക്കകത്തുണ്ടല്ലോ. ആ കാവ്യ സൃഷ്ടിയുടെ ആയാലും സ്ഥിതിയുടെ ആയാലും സംഹാരത്തിൻ്റെ ആയാലും എല്ലാ ഉത്തരവാദി നീയാണ്. അപ്പോൾ നീയാണ് പടയേ നീ. പടയേ നീ എന്നുള്ള വാക്ക് പടയേ നീ എന്ന സ്വാഭാവികമായിട്ട് വരാം. പടയേ നീ. ആ പടയേ നീ എന്നുള്ള വാക്ക് പടയണിയാവാം. പിന്നെ പടയണിക്ക് ഒരർത്ഥമുള്ളത് പടച്ചോറ് എന്നർത്ഥമുണ്ട്. പടച്ചോറെന്ന് പറഞ്ഞാൽ നിവേദ്യച്ചോറാണ്. നിവേദ്യമാണ്. അപ്പോൾ പടയ്ക്ക് നിവേദ്യം എന്നർത്ഥമുണ്ട്. അപ്പോൾ പടയണി എന്ന് പറയുന്ന കലാരൂപം നിവേദ്യമാവാം. ഇനി വേറൊരർത്ഥം പറയാൻ പോകുന്നത് പൂപ്പട എന്നൊരു വാക്കുണ്ട്. പൂപ്പട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പം കൊണ്ടുള്ള ബലിയാണ്. അപ്പോൾ പട ബലിയാവുന്ന അവിടെ പടയണി ഭഗവതിക്ക് മുമ്പാകെ സമർപ്പിക്കപ്പെടുന്ന ബലിയായിട്ട് കണക്കാക്കാം. പിന്നെ കാക്ക പടയോടെ വന്നിറങ്ങിയെന്ന് പറയില്ലേ നമ്മൾ. കാക്ക പടയോടെ വന്നിറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാക്ക കൂട്ടത്തോടെ വന്നു എന്നർത്ഥം. അപ്പോൾ പടയ്ക്ക് അവിടെ കൂട്ടം എന്നർത്ഥമുണ്ട്. ആ കൂട്ടത്തിൻ്റെ കലയാണ് പടയെന്ന് വേണ്ടി അങ്ങനെ വ്യാഖ്യാനിക്കും. അത് ഒരു കരയുടെ പടയെന്ന് പറയുമ്പം ആ കരയിൽ ജനങ്ങളെല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന പരിപാടിയാണ്. അപ്പോൾ പടയണിക്കകത്ത് പ്രധാനപ്പെട്ടൊരു സംഗതി ഉള്ളത് കാപ്പൊലി എന്നാണ്. ആദ്യം തുടങ്ങുന്ന തപ്പുകൊട്ടാണ്. തപ്പുകൊട്ടിൻ്റെ അവസാനം ആകുമ്പോഴത്തേക്ക് കോലങ്ങളെല്ലാം കൂടെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ചൂട്ടിൻ്റെ വെളിച്ചത്തിൽ പാട്ടും പാടി ചെണ്ടമേളത്തോടു കൂടി ആർപ്പുമിട്ട് കുരവയിട്ട് ബഹളത്തോടു കൂടി കാവിൻ്റെ അടുക്കലേക്ക് മുറ്റത്തേക്ക് വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത്
ഒരു ഘട്ടത്തിൽ തപ്പുമേളം മൂത്ത് അവസാനം വന്ന മേളം നിൽക്കുകയും തപ്പുമേളം നിശബ്ദതയിൽ ഈ വലിയ രീതിയിലേക്ക് വരികയും ചെയ്യുന്നു. എന്നിട്ട് ഒരു പൊട്ടിത്തെറിക്കുണ്ട്. ആ വിളംബകാലം ആരംഭിച്ചിട്ട് അവസാന കാലം ഒരു പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിക്കൊക്കെ ആർപ്പും കുരവയും ബഹളവും മേളയും എല്ലാം കൂടെ മേളമായിരിക്കും. അത് കാപ്പലി എന്നാണ് പറയുന്നത്. കാവ് ഉണർത്തുകയാണ്. ആ ശബ്ദത്തോടു കൂടി അമ്മ ഉണരുകയാണ്. ആ കാപ്പലിക്ക് ആളുകൾ ഇളകി ചാടുകയാണ്.